السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ നമ്മളെല്ലാവരും ഒരേപോലെ ബാധ്യസ്ഥരാണ് എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ നാം അനുഷ്ഠിച്ച നോമ്പുകൾ, നാം നിർവഹിച്ച ഇബാദത്തുകൾ, അതെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അതിൽ നിന്ന് കിട്ടിയ ഈമാനികമായ ആ ഊർജം നിലനിർത്തി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് അവന് കീഴ്പ്പെട്ട് ജീവിക്കാൻ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് റമദാനിന് മുമ്പ് നമ്മൾ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അള്ളാഹുവിൻ്റെ അൽ ഖുദ്ദൂസ് എന്ന നാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് അബി തൗഫീഖ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അൽ ഖുദ്ദൂസ് നമ്മൾ സാധാരണ കേട്ടുപരിചയമുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ്, അല്ലേ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെല്ലാറുണ്ട്. അൽ ഖുദ്ദൂസ് എന്ന അള്ളാഹുവിൻ്റെ നാമം ഭാഷാപരമായി പണ്ഡിതന്മാർ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അൽ ഖുദ്ദൂസു സീഖത്തും മുബാലഅത്തും മിനൽ ഖുദ്സ്. ഖുദ്സ് എന്ന അറബി വാക്കിൻ്റെ സീഖത്തുൽ മുബാലഅയാണ് അൽ ഖുദ്ദൂസ് എന്നുള്ളത്. പറഞ്ഞാൽ സീഖത്തുൽ മുബാലഅ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തതിൻ്റെ മാക്സിമം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ്. അറബിയിലുള്ളൊരു പ്രയോഗമാണ് സീഖത്തുൽ മുബാലഅ. ആ അർത്ഥത്തിൽ ഖുദ്സ് എന്ന ആ വാക്കിൻ്റെ അങ്ങേയറ്റം എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. വമഅനാഹു ഫിൽ ലുഗത്തി, ലുഗയിൽ അതിൻ്റെ അർത്ഥം അത്വഹാറത്തു വൻ നസാഹത്ത്. രണ്ട് വാക്കുകളിൽ അങ്ങോട്ട് ചുരുക്കിയിരിക്കുകയാണ്. അത്വഹാറ, എന്താ ത്വഹാറത്ത് പറഞ്ഞാൽ? ശുദ്ധി, അല്ലേ? എന്തെങ്കിലും വൃത്തികേടായതിനെ ശുദ്ധീകരിക്കുന്നതിനാണ് ത്വഹാറത്ത്. ഏതെങ്കിലും അർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്നതിനാണ് ഭാഷാപരമായി ത്വഹാറത്ത് എന്ന് പറയാം. ആ അർത്ഥത്തിന് ആ രൂപത്തിൽ ഖുദ്ദൂസ് എന്ന് ഉപയോഗിക്കാം. വൻ നസാഹ, നസാഹത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് കുറവുകളിൽ നിന്ന് മുക്തി. ഒരു കുറവില്ലാതെ, ഏതെങ്കിലും ഒരു കുറവ് കാരണം പരിശുദ്ധതക്ക് കളങ്കം വരരുത്, ഒരു കുറവുമില്ല, ന്യൂനത ഒന്നുമില്ലാതെ പരിശുദ്ധിയുള്ളത് എന്നർത്ഥത്തിൽ. അപ്പോൾ രണ്ട് വാക്കുകളാണ് അതിന് പണ്ഡിതന്മാർ നമുക്കതിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ വാക്കുകളും
ഇതുപോലുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ മറ്റു ചില ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാം. ആ രൂപത്തിൽ ഭാഷയിൽ അതിന് പറയുന്ന നാമാണ് ത്വഹാറത്തു വന്നസാഹ. ഫൽ ഖുദ്ദൂസു ഹുവൽ മുതഹ്ഹറു മിൻ കുല്ലി ദനസിൻ. ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ മാലിന്യം എന്നത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ മാലിന്യം എന്ന് പറയാൻ പറ്റുന്നതൊന്നുമില്ല. ആർക്ക്? അള്ളാഹുവിന്. അതിൽ നിന്നെല്ലാം അള്ളാഹു ഖുദ്ദൂസാൻ. അൽ മുനസ്സഹു അൻ കുല്ലി ഗൈബിൻ. ഗൈബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് ഐബാണ് അറിയില്ല നമ്മൾ. ഐബ് എന്ന് പറയാൻ കുറവ് എന്ന് പറയുന്ന എന്തൊക്കെ ഉണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. വ അൻ കുല്ലി മാ യലീഖു ബിഹി. അവന് ചേർക്കാൻ പാടില്ലാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അള്ളാഹു എന്താണ്? പരിശുദ്ധനാണ്. അതിനാണ് അൽ ഖുദ്ദൂസ് എന്ന് പറയാം. ഭാഷാപരമായ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ കുറവുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് മുക്തനാണ് ആര്? അള്ളാഹു. അതിന് ഏറ്റവും പറയാൻ പറ്റാവുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് അൽ ഖുദ്ദൂസ്. ഇനി വമിൻ മആനി അൽ ഖുദ്ദൂസ്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു, അതിൻ്റെ ഖുദ്ദൂസിൻ്റെ അർത്ഥങ്ങളിൽപ്പെട്ടതാണ് അല്ലദീ തുഖദ്ദുസുഹു ഖുലൂബുൽ ഖൽഖി വ അൻഫുസിഹിം. സൃഷ്ടികൾ മുഴുവൻ അവരുടെ നാവുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വാഴ്ത്തപ്പെടുന്നവൻ, പരിശുദ്ധിയെ വാഴ്ത്തപ്പെടുന്നവൻ. ബിമഅന തുഅല്ലിമുഹു വ തുമജ്ജിദുഹു. അഥവാ അള്ളാഹുവിനെ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അവൻ്റെ മഹത്വം ഉയർത്തുക, ഉയർത്തിപ്പറയുക. അതേപോലെ തന്നെ അവനെങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ അള്ളാഹുവിന് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതും അതിൻ്റെ അർത്ഥത്തിൽപ്പെട്ടതാണ്. ഇദൻ അൽ ഖുദ്ദൂസു യജ്മഉ ബൈനൽ മഅനൈൻ. മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ട് അർത്ഥങ്ങൾ ഖുദ്ദൂസിൽ ഉൾപ്പെടുന്നുണ്ട്. അത്വഹാറത്തു വത്തഅലീം. അള്ളാഹുവിനെ വാഴ്ത്തപ്പെടുന്നു, അവൻ്റെ മഹത്വവൽക്കരിക്കപ്പെടുന്നു, അവൻ്റെ ശുദ്ധിയെ, പരിശുദ്ധിയെ എടുത്തു പറയുന്നു. ഇതൊക്കെ അതിലുണ്ട്. ഇമാം ഇബ്നു ജരീർ ത്വബരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നൂനിയ എന്ന് പറയുന്ന പ്രസിദ്ധമായ അഖീദ വിശദീകരിക്കുന്ന ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ളയുടെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നതാണ് കവിതാ സമാഹാരത്തിൽ ഹാദാ വമിൻ ഔസാഫിഹിൽ ഖുദ്ദൂസു. ഖുദ്ദൂസ് എന്നുള്ളതും അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒന്നാണ്. ദു അത്തൻസീഹി ബിത്തഅലീമി ലിർറഹ്മാനി. പരമകാരുണ്യകനായ അള്ളാഹുവിനെ അങ്ങേയറ്റം മഹത്വപ്പെടുത്തിക്കൊണ്ട് എല്ലാ കുറവുകളിൽ നിന്നും അവനെ ഉയർത്തുന്നതിനാണ് ഖുദ്ദൂസ് എന്ന് പറയാം. അതുകൊണ്ട് അള്ളാഹുവെ നീ ഖുദ്ദൂസാണ് എന്ന് നമ്മൾ പ്രകീർത്തിക്കുന്ന അതിൻ്റെ ഏറ്റവും ഷോർട്ടായൊരു ഭാഗമാണ് സുബ്ഹാൻ. അതാണ് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്. ഇത് പറയേണ്ട ഒരു സമയം കൂടി ഉണ്ട്. അതാ രാത്രി അവസാനത്തെ ഇബാദത്തിൻ്റെ അവസാന ഭാഗം കുറിക്കുന്നിടത്ത്, രാത്രി നമസ്കാരം തീരുന്നിടത്ത് സലാം വീട്ടി ഉടനെ പറയേണ്ട ഒരു കാര്യം കൂടിയാണത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അബ്ബാസികളുടെ ഭരണകാലത്ത് ജീവിച്ചിരുന്നൊരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്മായിൽ ബിൻ ഖാസിം എന്നറിയപ്പെടുന്ന അബുൽ ഹത്താഇയ റഹ്മഹുല്ലാഹ് ദുനിയാവിൻ്റെ വിരക്തിയെക്കുറിച്ച്, ഇലാഹി ചിന്തകളെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ കവിത എഴുതി പ്രസിദ്ധനായ വ്യക്തിയാണ്. അദ്ദേഹം മനുഷ്യനും അതേപോലെ തന്നെ അല്ലാഹുവും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ മനുഷ്യ നീ ഇത്രയേ ഉള്ളൂ എന്ന് വിശദീകരിക്കാനൊക്കെ വേണ്ടി ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൊണ്ടുവരുന്നത് നമ്മൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അവയവം ഏതാണ്? മുഖാണ്, വജ്ഹാണ്. അതുകൊണ്ടാണ് എന്താക്കരുത്, നിങ്ങൾ മുഖത്തടിക്കരുത് എന്നൊക്കെ പറഞ്ഞു അല്ലേ. മനുഷ്യനെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരാളുടെ ഐഡന്റിറ്റി കാണിക്കുന്നതൊക്കെ മുഖാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയാം, ആ മുഖം അടങ്ങുന്ന തല ഉണ്ടല്ലോ അതുപോലും വളരെ മോശം ഒരർത്ഥത്തിൽ ചിന്തിച്ച. എങ്ങനെ? അൽഫി ഇബ്നു ആദമ മിസ്ലു റഅസി മഖ്റൂമത്തിൻ. മനുഷ്യൻ ഏറ്റവും ആദരിക്കപ്പെടുന്ന അവൻ്റെ ശരീരത്തിലെ ഭാഗം തലയല്ലേ, അല്ലെങ്കിൽ മുഖമല്ലേ? വഹുവ ബിഖംസിൻ മിനൽ അഖ്ദാരി മദ്റൂബു. അവിടെ തന്നെ 5 കാര്യങ്ങൾ ഏറ്റവും വൃത്തികേടാകുന്ന, ഏറ്റവും മലിനമാകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അൻഫുൻ യസീലു വ ഉദുനുൻ റീഹുഹാ സഹിഖുൻ. അദ്ദേഹം പറയാ മനുഷ്യന്റെ മൂക്ക് അല്ലേ, ആ മൂക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഉഷാറാ, പക്ഷെ അതിൽ നിന്ന് വൃത്തികേടുകൾ പുറത്തു കണ്ടാൽ ആർക്ക് അവനാന്റെ മൂക്കുന്നാണെങ്കിലും എന്താണ്
അത് വൃത്തികേട് തന്നെയാണ് അല്ലേ? അതേപോലെ തന്നെ ചെവിയെങ്ങാനും അതിനൊരു പ്രയാസം വന്നാൽ അതിൽ നിന്ന് പുറന്തള്ളുന്ന ദ്രാവകങ്ങൾ മനുഷ്യന് സഹിക്കാൻ പറ്റാത്തത്ര സ്മെല്ലാണ്. ഇപ്പൊ അങ്ങനെ കാണാറില്ല. പണ്ടൊക്കെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല അല്ലേ? ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താ കണ്ണിലുണ്ടാകുന്ന പീള അല്ലെ, അതിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അതൊരു വൃത്തികേടാണ്, കാണാനൊരു പ്രയാസമാണ്. അതേപോലെ വായ് ഏറ്റവും ഉഷാറാണ്, പക്ഷെ അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം അതെങ്ങാനും വന്നാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന എന്ന് പറയുന്ന ആ മുഖം, അതിൽ ഉൾക്കൊള്ളുന്ന അവയവങ്ങൾ പോലും ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടില്ലല്ലോ. എന്നാൽ പ്രപഞ്ച സട്ടാവായ അള്ളാഹു, അവനിൽ ഒന്നുമില്ല, ഒരു ന്യൂനതകളും ഒരു മാലിന്യങ്ങളും ഒന്നും ഇല്ലാത്തവൻ. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യന് ഇത്രയൊക്കെ ഉള്ളൂ, എത്ര വലിയ ഉഷാറാണെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനെ ആ സട്ടാവിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ന്യായീകരിക്കാവുന്നതല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അൽ ഖുദ്ദൂസാണ്. മനുഷ്യൻ ഒരിക്കലും അതാകാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ 2 ആയത്തുകളിലാണ് അള്ളാഹുവിൻ്റെ ഈ നാമം പ്രതിപാദിച്ചിട്ടുള്ളത്. ഒന്ന് സൂറത്ത് അൽ ജുമഅയിൽ, അതിൻ്റെ തുടക്കം എന്താണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അൽ മലിക്കുൽ ഖുദ്ദൂസ് അൽ അസീസുൽ ഹക്കീം. അൽ മലിക്കുൽ ഖുദ്ദൂസ് അൽ അസീസുൽ ഹക്കീം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആകാശ ഭൂമികളിലുള്ളത് മുഴുവൻ വാഴ്ത്തുന്നുണ്ട്. അവൻ അൽ മലിക്കുൽ ഖുദ്ദൂസാണ്, അസീസുൽ ഹക്കീമാണ്. രണ്ടാമത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശ്റിൽ അല്ലാഹുവിന്റെ നാമങ്ങൾ ഇങ്ങനെ പറയുന്നിടത്ത് അവിടെയും വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുൽ അസീസുൽ അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അവിടെ അല്ലാഹു പറയുന്നത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ ആരാധനക്കർഹനില്ല. എന്നിട്ട് അതിന്റെ ന്യായങ്ങൾ പറയാം. കാരണം അവൻ എന്താണ്? അൽ മലിക്കുൽ ഖുദ്ദൂസ്, അവൻ മലിക്കുൽ ഖുദ്ദൂസാണ്. ബാക്കി സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇതൊക്കെയാണ് അല്ലാഹു. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നുണ്ടോ? അതുകൊണ്ട് സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അല്ലാഹു എത്രയോ പരമ പരിശുദ്ധനാണ് അവൻ പങ്കു ചേർക്കപ്പെടുന്നതിൽ നിന്നൊക്കെ അല്ലേ? വേറെ മനുഷ്യർ അവൻ പങ്കാളികളാക്കുന്നുണ്ട്, പങ്കാളികളെ ചേർത്ത് പറയുന്നുണ്ട്. അതിൽ നിന്ന് ഞാൻ എൻ്റെ റബ്ബിനെ എന്താക്കുന്നു? ഉയർത്തുന്നു, വാഴ്ത്തുന്നു, പരിശുദ്ധപ്പെടുത്തുന്നു. അതാണ് സുബ്ഹാനല്ലാഹ്. ഞാൻ വിശദീകരിക്കുന്നുണ്ട് വഴിയെ ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ഈ 2 ആയത്തുകളിലാണ് ഈ ഖുദ്ദൂസ് എന്ന നാമം വന്നിട്ടുള്ളത്. 2 മലിക്കിനോട് ചേർത്താ വന്നിട്ടുള്ളത്. അത് വേറെ ഒന്ന് വിശദീകരിക്കേണ്ടതാണ്. ഏതായിരുന്നു ഈ 2 ആയത്തുകൾ വന്നിട്ടുണ്ട്. പിന്നീട് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തുന്നിടത്ത് ഈ പദം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോട് അല്ലാഹു പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണം. വഇദ് എന്ന് പറഞ്ഞാൽ അവിടെ ആ കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കണം എന്ന്, നമ്മുടെ ആ ഇമേജ് നമ്മുടെ മനസ്സിലോട്ട് വരണം. അല്ലാഹ് ഇങ്ങനെ മലക്കുകളോടൊക്കെ പറയാൻ എന്താ പറയുന്നത്? മലക്കുകളോട് പറയാണ്, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവാണ്. ഖാലു അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. എന്തിനാണ് പടച്ചോനെ? അവർ പറയുന്നത് ഭൂമിയിൽ ഞാൻ എൻ്റെ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകും. അത് കുറെ വ്യാഖ്യാനിക്കപ്പെട്ട ദുർവ്യാഖ്യാനിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഖലീഫ എന്നുള്ളത് വിശദീകരിക്കുകയാണെങ്കിൽ എന്താണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിൽ, തഫ്സീറുകളിൽ നമ്മൾ ആയത്തുദ്ദൈനാണ് ഏറ്റവും വലിയ ആയത്ത് അല്ലേ? അതേപോലെ ഞാനിങ്ങനെ വായിച്ചിടത്തോളം ഈ ആയത്താണ് ഏറ്റവും കൂടുതൽ വിശദീകരിക്കപ്പെട്ടൊരു ആയത്ത്. ഈ ഖലീഫ എന്ന വാക്കിനാണ് വിശദീകരിക്കാം പിന്നീട് ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും മലക്കുകളോട് പറയണം, ഞാനൊരു പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയക്കാൻ പോവാം, മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവാണ്. ഖാലു, ആ സമയത്ത് അവരുടെ മറുപടി അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. എന്തിനാ പടച്ചോനെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, പിന്നെ എന്തിനാണ് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, രക്തം ചിന്തുന്ന മറ്റൊരു വിഭാഗത്തെ നീ ഉണ്ടാക്കാൻ പോകുന്നത്?
ഞങ്ങൾ നിനക്ക് തസ്ബീഹ് നടത്തുന്നുണ്ട്, നിന്നെ വാഴ്ത്തുന്നുണ്ട്, നിനക്ക് വനുഖദ്ദിസു ലക്, നിന്നെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും പുകഴ്ത്തുന്നുണ്ട്. അവിടെ പ്രയോഗിച്ച വാക്ക് എന്താണ്? വനുഖദ്ദിസു ലക്, അല്ലേ? മലക്കുകളുടെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അബൂദർദാ റളിയല്ലാഹു അൻഹു നിന്ന് എല്ലാ മുഫസ്സിറുകളും കൊണ്ടുവരുന്നത് കാണാം. മലക്കുകൾ ചെയ്ത പണിയാണ് അള്ളാഹുവിന് ഒരു സൃഷ്ടി ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. മലക്കുകൾ ചെയ്ത, ആകാശലോകത്ത് വെച്ച് മലക്കുകൾ ചെയ്ത കാര്യം, അത് ചെയ്യലാണ് ഭൂമിയിൽ മനുഷ്യൻ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം. അതെന്താ? അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന അള്ളാഹുവിനെ വാഴ്ത്തുക എന്ന കാര്യം. ക്ലിയർ ആണല്ലോ അല്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരുമ്പോൾ, ഈ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അറിഞ്ഞുകൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, പടച്ചോനെ ഏത് സൃഷ്ടി എടുത്താൽ അതിനൊക്കെ ന്യൂനത ഉണ്ട്, അതിനൊക്കെ കുറവുണ്ട്. പക്ഷെ എൻ്റെ റബ്ബിനൊരു കുറവും ഇല്ല. സുബ്ഹാനല്ലാഹ്. ആ അർത്ഥത്തിൽ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ ഒരുപാട് ഉയരും. ആ സുബ്ഹാനല്ലാഹ്ക്ക് അർത്ഥം ഉണ്ടാവും, അല്ലേ? മലക്കുകൾ ഈ പറഞ്ഞിടത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹിയുടെ വിശദീകരണം ഐനു അള്ളിം വനുഖദ്ദിസു ലക എന്നുള്ളതിന് ഐനു അള്ളിമുക വനുമജ്ജിദുക വനുതഹിറു ദിക്റക. അദ്ദേഹം പറയാണ് ഇമാം ദുഹാക്കിൽ നിന്ന്, അതായത് ഞങ്ങൾ നിന്നെ ഇങ്ങനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിന്നെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, നിനക്കൊരു ന്യൂനതയുമില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ ദിക്ർ ഞങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യർ എന്നിട്ട് പറയാം അമ്മല യലീഖു ബിമാ മിമ്മാ നസബക ഇലൈഹിൽ മുൽഹിദൂൻ. ഇനി ഇതൊക്കെ നിഷേധിക്കുന്ന കുറെ മനുഷ്യന്മാരെ നീ ഉണ്ടാക്കണമെന്നാണ്. അന്ന് ആര് ചോദിക്കണത്? മലക്കുകൾ. മുൽഹിദീങ്ങളായ, നിന്നെ നിഷേധിക്കുന്ന, നിന്റെ ഈ കഴിവിനെ നിന്റെ ഈ പൂർണ്ണതയൊക്കെ തള്ളിപ്പറയുന്ന മനുഷ്യരെ എന്തിനാ നീ ഉണ്ടാക്കുന്നത് എന്നവർ ചോദിക്കാൻ. ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. അൽ മഅനാ നുതഹിറു അൻഫുസനാ ലക് ഇബ്തിഗാഅ മർളാതിക്. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വയം നിനക്ക് വേണ്ടി ശുദ്ധി കൈവരിച്ചവരാണ്, നിന്റെ ശുദ്ധിയെ അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ വേറൊരു പാർട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മലക്കുകൾ ആദ്യം പറയുന്നത് ഞങ്ങൾ സ്വയം ശുദ്ധരാണ്. അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് സുബ്ഹാനല്ലാഹ് എന്നൊരാൾ പറയണമെങ്കിൽ അവൻ ശുദ്ധനാവണം, അവൻ്റെ ശരീരവും മനസ്സും എല്ലാം ശുദ്ധിയുള്ളതാവണം, അവൻ്റെ ഈമാൻ ശുദ്ധമാവണം, അഖീദ ക്ലിയർ ആവണം. എന്നിട്ടാണ് അവൻ എന്ത് പറയേണ്ടത്? അല്ലാഹുവേ നീ പരിശുദ്ധനാണെന്ന് പറയും. ഇവൻ തന്നെ നജസാണെങ്കിൽ ഇന്നമൽ മുശ്രികൂന നജസുൻ, അങ്ങനെയുള്ള നജസാണെങ്കിൽ പിന്നെ അവൻ സുബ്ഹാനല്ലാഹ് 10,000 വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, അല്ലേ? അവൻ്റെ ഹൃദയവും അവൻ്റെ ശരീരമൊക്കെ നജസിലാണ്, അവൻ വൃത്തികേടിലാണ്. അതുകൊണ്ട് ഞങ്ങൾ ശുദ്ധരാണ്, ശുദ്ധതയുള്ളവരാണ്, ഞങ്ങൾ നിന്റെ ശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചത്. അപ്പൊ ഖുർആനിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഹദീസിൽ ധാരാളം വന്നിട്ടുണ്ട്. അതിൽ സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഫി റുകൂഇഹി വസുജൂദിഹി സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. ഇതൊരു ചെറിയ ദിക്റാട്ടോ. നമ്മൾ സാധാരണ റുകൂലും സുജൂദിലൊക്കെ എന്നും ചെല്ലുന്ന ചില ദുആകൾ ഉണ്ടാവും. ഇതാ സുബ്ഹാന റബ്ബിൽ അദീം, അല്ലെങ്കിൽ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ അഗ്ഫിർലി. അല്ലാത്ത പ്രാർത്ഥനകളുണ്ട്. പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങളിൽ മറ്റു ദുആകളൊക്കെ ഇൽമിന്റെ മര്യാദ പഠിപ്പിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകൻ ചെയ്തു എന്ന് പറഞ്ഞ് കേട്ട ഏതെങ്കിലും ഒരു കാര്യം, ഏത് കാര്യമാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇത് കേട്ടാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ കാര്യം ചെയ്യുക എന്നുള്ളത് അതിനുള്ളൊരു മര്യാദയാണെന്നാണ്. നമ്മളൊരു കാര്യം കേട്ടോ, നമ്മൾ ചെയ്യാറില്ല, വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും പ്രവാചകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടാൽ ഒരു പ്രാവശ്യമെങ്കിലും ആ കാര്യം ചെയ്യുക എന്നുള്ളത് എന്താണ്? ഒരു മനസ്സിലാവുണ്ടല്ലോ അല്ലേ പറയുന്നത്, മര്യാദയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ റുകൂഉകളിൽ ചെല്ലാൻ പറ്റുന്ന, സുജൂദുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലിയിരുന്ന ദിക്റുകളുടെ ഒരു ദിക്റാണ് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. എന്താണ്? അല്ലാഹുവേ നീ പരമപരിശുദ്ധനാണ്, നീ ഖുദ്ദൂസാണ്. സുബ്ബൂഹാണ്, ഖുദ്ദൂസാണ്, രണ്ടും ഏകദേശം ഒരു അർത്ഥമാണ്. വറബ്ബുൽ മലായികത്തി, റബ്ബുൽ മലായികത്തി വറൂഹ്, മലക്കുകളുടെയും റൂഹ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും റബ്ബായ അല്ലാഹുവേ. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലാറുണ്ട്. അവിടെ ഖുദ്ദൂസ് എന്ന നാമം വന്നിട്ടുണ്ട് എന്നർത്ഥം. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു കാന യഖറഉ ഫിൽ വിത്ർ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ വിത്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് ഫഇദാ സല്ലമ ഖാല സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് വറഫഅ ബിഹാ സൗതഹു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇമാമുമാരൊക്കെ ചെയ്യുന്നത് കാണാം. വിത്ർ സലാം വീട്ടിക്കഴിഞ്ഞാൽ
ചെല്ലേണ്ട ദിക്റാണ് സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്. ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഒന്നുകൂടെ സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്. മൂന്നാമത്തേത് ഒന്നുകൂടെ സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ വന്ന, അപ്പൊ ഹദീസിൽ അത് വന്നിട്ടുണ്ട്. ഇനി ഇത് അഖീദയുമായി ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് അടുത്ത ഭാഗം. ഒന്നാമത്തെ കാര്യം തഖ്ദീസു ദാത്തിഹി അനിൽ ഹാജാത്ത്. അഖീദ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാം ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അത് തഖ്ദീസ് ദാത്തിഹി അനിൽ ഹാജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനെ നമ്മൾ വായിക്കുന്നു ഏത് വിഷയത്തിൽ? ഒരു ആവശ്യവും അള്ളാഹുവിനില്ല. മറ്റൊരാളിൽ നിന്ന് മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് ഒരു ആവശ്യമില്ലാത്ത ആളാണ് ആര്? അള്ളാഹു. ആ അർത്ഥത്തിൽ അള്ളാഹു പരിശുദ്ധനാണ്. വേറൊരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യം മറ്റൊരാൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് പറയുമ്പോൾ അത് കുറവാണ് അല്ലേ? വേറെ ഒന്നിനോട് ആവശ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ചേർത്ത് പറയുമ്പോൾ അത് കുറവാണ്. അങ്ങനെ ഒരു സംഗതി ആർക്കില്ല? അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരെയും ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഇത് നമ്മൾ വേറൊരു നാമം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഏതാ? അസ്വമദ്. അള്ളാഹു ആരെയും ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഭക്ഷണ പാനീയങ്ങൾ അവൻ ആവശ്യമില്ല. ഉറക്കം, വിശ്രമം, അങ്ങനെ ഒരു സംഗതി ഒന്നുമില്ല. തുണയോ ഇണയോ മക്കളോ ഒന്നും അള്ളാഹുലേക്ക് ചേർത്ത് പറയാന്ന് പറഞ്ഞാൽ അത് ന്യൂനതയാണ്. ഒരു മനുഷ്യന് തുണയില്ല, ഇണയില്ല, മക്കളില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറവാണ്. എന്നാൽ അള്ളാഹുലേക്ക് ഇത് ചേർത്തി പറയാനാണ് കുറവ് അല്ലേ? ആ അർത്ഥത്തിൽ അൽ ഖുദ്ദൂസ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയാറുണ്ട്. രണ്ടാമത് അൽ ഖുദ്ദൂസു ഹുവല്ലദി ലാ യസ്ദുറു അൻഹു ഇല്ലാ മുഖദ്ദസുൻ. അൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ലാ യസ്ദുറു അൻഹു ഇല്ലാ മുഖദ്ദസുൻ, നല്ലതല്ലാതെ ശുദ്ധമായിട്ടുള്ളതല്ലാതെ ഒന്നും അള്ളാഹു എന്താവില്ല, വരികയില്ല. അള്ള എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് പരിപൂർണമായതായിരിക്കും. അതിൽ കുറവ് ഒരാൾക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, വേറെ വിഷയം. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് നീതിയുള്ളതായിരിക്കും, അത് ന്യായമായിരിക്കും. അവൻ ഏതു കാലത്തും അത് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നതായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. ഒരു പക്ഷേ അത് മനസ്സിലാകാത്ത മനുഷ്യന്മാർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും. അല്ലെങ്കിൽ താൽക്കാലികമായി അവൻ മനുഷ്യൻ അനുഭവപ്പെടുന്നത് പ്രയാസമായിട്ടായിരിക്കും. പക്ഷെ അത് ആത്യന്തികമായിട്ട് അതെന്താണ്? അത് ഒരു ന്യൂനതയും ഇല്ലാത്തതായിരിക്കും. അള്ളാഹുവിൽ നിന്നൊന്നും അവന്റെ പ്രവർത്തികൾ, അവന്റെ വാക്കുകൾ, അവൻ നിശ്ചയിച്ചിട്ടുള്ള അവൻ നിയമമാക്കിയിട്ടുള്ള നിയമങ്ങൾ, വിധികൾ എല്ലാം ശുദ്ധവും സത്യവുമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിൽ 115 വചനത്തിൽ കാണാം, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദ്ല. പൂർണ്ണമാണ് അള്ളാഹുവിന്റെ ഓരോ കലിമത്തുകളും. അത് സത്യസന്ധമാണ്, അത് നീതിയുക്തമാണ്. ഏത് കാര്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് പറഞ്ഞ ഹദീസ്, പ്രവാചകന്റെ വചനങ്ങളിലോ ജീവിതത്തിലോ ഈ പറഞ്ഞ കാര്യങ്ങളില്ലാത്തൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നല്ല. നേരത്തെ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരുപക്ഷേ മനസ്സിലാക്കുന്നവനുള്ള കുറവുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ കലിമത്തുകൾ പരിപൂർണമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം, ഇന്നല്ലദീന കഫറു, തീർച്ചയായും കാഫിറുകൾ, ബിദ്ദിക്രി ലമ്മാ ജാഅഹും ഇന്നഹു ലകിതാബുൻ അദീദ്, അവർക്ക് ഗ്രന്ഥം വന്നു, ദിക്ർ വന്നു, പക്ഷേ അവർ അതിനെ നിഷേധിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല നിന്ന് വന്ന ഈ അസീസായ അള്ളാഹു നിന്ന് വന്ന ആ ഗ്രന്ഥത്തെ ലാ യഅ്തീഹിൽ ബാത്തിൽ, എന്നിട്ട് അള്ളാഹ് പറയാം, അള്ളാഹു നിന്ന് ബാത്തിൽ വരികയില്ല. മിൻ ബൈന യദൈഹി വലാ മിൻ ഖൽഫിഹി, അത് അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും പിറകു എങ്ങനെ നോക്കിയാലും അതിൽ എന്തുണ്ടാവില്ല, ബാത്തിൽ ഉണ്ടാവുകയില്ല. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, സുത്യർഹനായ ഹക്കീമായ എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ കാര്യം അതിൻ്റെ അങ്ങേ അറ്റത്തെ ഹിക്മത്തോടു കൂടി അത് ഏത് മനുഷ്യനും അത് കേട്ട് അത് ഉൾക്കൊണ്ട് ഹന്തർപ്പിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ളതേ അള്ളാഹു നിന്ന് വന്നിട്ടുള്ളൂ, അവൻ്റെ ഗ്രന്ഥത്തിലുള്ളൂ. പക്ഷേ നിഷേധികൾക്ക് ആ ഭാഗ്യം, അത് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. അപ്പൊ രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിൽ നിന്ന് നല്ലതേ പുറത്തു വരികയുള്ളൂ, അവൻ ഖുദ്ദൂസാണ്. മൂന്നാമത്തെ അഖീദ വിശദീകരിച്ചത് അൽ ഖുദ്ദൂസ് ഹുവല്ലദി യുഖദ്ദിസു ഇബാദഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുന്നു. ആ അർത്ഥത്തിലും അള്ളാഹു ആരാണ്? ഖുദ്ദൂസാണ് അല്ലേ? സത്യവിശ്വാസികൾ അവരെ അവൻ ശുദ്ധന്മാരാക്കും, അതിനുള്ള അവസരങ്ങൾ അവർ നൽകും അല്ലേ? എങ്ങനെയാണത്? ഒന്ന്, അള്ളാഹു
മനുഷ്യരുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കുന്നു. അവനിൽ ഉൾക്കൊള്ളുന്ന, അവനിൽ വിശ്വസിക്കുന്ന, അഖീദ സ്വീകരിക്കുന്ന മനുഷ്യരെ ശുദ്ധമാക്കുന്ന അഖീദയിൽ തന്നെ. രണ്ടാമത് പാപങ്ങളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ അള്ളാഹു എന്താണ്? ഖുദ്ദൂസാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആസത്തുൽ അഫ്ആൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം, ഖലല്ലാഹു തആല അല്ലാ യുജാവിറഹു ഫീ ജന്നത്തിഹി ഇല്ലാ കുല്ലു ത്വയ്യിബിൻ ത്വാഹിർ. അള്ളാഹു ഒരിക്കലും സ്വർഗത്തിൽ അവൻ്റെ അടുപ്പക്കാരായി സ്വീകരിക്കുകയില്ല. ഇത് ശ്രദ്ധിക്കണേ, നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ്. ആരല്ലാതെ? ത്വയ്യിബും ത്വാഹിറും ആയിട്ടുള്ള ആളുകളല്ലാതെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. എന്താ ത്വയ്യിബ്? നല്ല മനുഷ്യർ അല്ലേ? ത്വാഹിർ ശുദ്ധിയുള്ള മനുഷ്യർ. എന്നിട്ട് പറഞ്ഞില്ലേ, അന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബ്. അതൊരു ഹദീസിന്റെ വാക്കാണ്. അള്ളാഹു ത്വയ്യിബാണ്, ത്വയ്യിബല്ലാത്തത് അള്ളാഹു സ്വീകരിക്കുകയില്ല. അതേത് കാര്യമാണെങ്കിലും. ഒരാൾ സ്വതക്ക കൊടുക്കുകയാണ്, അയാൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ്, അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹുവിനത് ആവശ്യമില്ല. അയാൾ ഈ പണമാണ് സ്വതക്ക കൊടുക്കുന്നെങ്കിൽ ആ പണം ഉണ്ടാക്കുന്നിടത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പണം എന്തിനു കൊടുത്ത്, കുറേ മനുഷ്യന്മാർ അങ്ങനെ ഉണ്ട്, പലിശ നോക്കൂല, ബാക്കി കാര്യം നോക്കൂല, എങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? കുറേ സ്വതക്കയും അല്ലേ? അപ്പോൾ ഒരു ശൈത്താൻ ഉഷാറാക്കുകയും ചെയ്യും. ഇമാം ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് എന്താ അറിയോ? ഒരാൾ മനുഷ്യരുടെ മൂത്രം കൊണ്ട് അവൻ്റെ വസ്ത്രം ശുദ്ധിയാക്കിയാൽ എന്താണ്ടാവുക? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതേപോലെയാണ് ഒന്നുകൂടി എന്താവുക? അശുദ്ധമാവും. അതുപോലെയാണ് ഹറാമായ സമ്പത്ത് മറ്റൊരു മനുഷ്യർക്ക് നൽകുന്നത്, അല്ലെങ്കിൽ മറ്റു കാര്യം നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരും സമാധാനപ്പെടണ്ട, ഞാനിങ്ങനെയൊക്കെ ചെയ്താലും ഇതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊരാൾ വിചാരിക്കേണ്ട. സമ്പത്തിൽ ഹറാം കലർന്നിട്ടുണ്ടെങ്കിൽ അത് ഹറാം തന്നെയാണ്. ക്ലിയർ ആണല്ലോ പറയണേ? അപ്പോൾ അള്ളാഹു ത്വയ്യിബാണ്. അള്ളാഹു ത്വയ്യിബല്ലാത്തത് ഒന്നും സ്വീകരിക്കുകയില്ല. വസറഹ അല്ലാഹു ജല്ല വഅലാ ബിമഹബ്ബതിഹി ലിൽ മുതഹ്ഹിരീൻ. കാരണം എന്താ? അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ കാര്യമാണ് മുതഹ്ഹിരി ഫി കിതാബിഹി ഫി മൗദിഇൻ. രണ്ടു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ഖുർആനിൽ അള്ളാഹു ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമാണ്, അള്ളാഹു തവ്വാബീങ്ങളെ ഇഷ്ടപ്പെടും. തൗബ ചെയ്യുന്ന മനുഷ്യർ, പശ്ചാത്തപിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യർ, അവർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ശുദ്ധിയുള്ള മനുഷ്യർ, അവരുടെ വ്യക്തി ജീവിതത്തിലും അവരുടെ പ്രകടമായ കാര്യങ്ങളിലൊക്കെ വൃത്തി എന്നുള്ളത് അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശൈത്താൻ ഏറ്റവും ഇഷ്ടം എന്താ? അശുദ്ധിയാണ്. മനുഷ്യന്റെ ഏറ്റവും അശുദ്ധമായ സ്ഥലങ്ങളിൽ ശൈത്താൻ രാപ്പാർക്കും അല്ലെ? രാവിലെ എഴുന്നേറ്റാൽ മൂക്ക് ചീറ്റണം എന്ന് പറഞ്ഞെന്താ? ശൈത്താൻ ഏറ്റവും ഇഷ്ടത. വൃത്തിയില്ലാത്ത സ്ഥലത്ത്, വൃത്തിയില്ലാത്ത അവസ്ഥയിൽ ഇതൊക്കെ ശൈത്താൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടം ശുദ്ധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്. ഈ വിഷയം അള്ളാഹു നിങ്ങളെ ശുദ്ധീകരിക്കുന്നു, അവൻ ഖുദ്ദൂസാണ്. അതുകൊണ്ട് അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അതിനുള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരും എന്താക്കണം? നമുക്ക് കിട്ടിയ അവസരം ഉപയോഗിച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മനുഷ്യന്റെ അസൂയ, പക, വിദ്വേഷം ഇതുപോലെയൊക്കെയുള്ള മനുഷ്യർ അയാൾ കുറേ ഇബാദത്തുകൾ ബാക്കി ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അയാളുടെ ഹൃദയം ശുദ്ധമായിട്ടില്ല. ഹൃദയം ഖുദ്ദൂസായ അള്ളാഹു സ്വീകരിക്കുന്നത് ആ ത്വഹാരത്തുള്ള, അത് ശുദ്ധിയുള്ള ആളുകളിൽ നിന്നുള്ള ഇബാദത്തുകളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ശുദ്ധി ഉണ്ടാവുകയില്ല. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവും അബൂദർദാ റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഒരു നസ്രാനി ഒരു യാത്രയിൽ ഒരു വീട്ടിൽ കയറി ചെല്ലുകയാണ്. അവിടെ ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ്. അവരോട് ചോദിച്ചു, ഹൽ ഫി ബൈതിക മക്കാനുൻ ത്വാഹിറുൻ നുസല്ലി ഫീ. നിന്റെ വീട്ടിൽ നല്ല വൃത്തിയുള്ളൊരു സ്ഥലമുണ്ടോ? ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാൾ യാത്രയിലാണ്. കയറി ചെന്നപ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട ആളല്ല. അതിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുട്ടോ, അതൊക്കെ ചെയ്യാം, അങ്ങനെ കാവാന്നൊക്കെ അതിന്ന് കിട്ടും. നമ്മളിങ്ങനെ മറ്റൊരു വേറെന്തോ ഒരു സാധനം, നമ്മൾ വേറെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടതില്ല. അവർ ചെന്നു, അവർ മനസ്സിലായി ഇത് മുസ്ലിം വീടല്ല. അവർ ചോദിച്ചു, ഇവിടെ നിസ്കരിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? വൃത്തി വേണം. ഫഖാലത്ത്, അപ്പോൾ സ്ത്രീ പറയാണ്, ത്വഹറ ഖുലൂബുകുമ, നിങ്ങളുടെ രണ്ടുപേരുടെ ഹൃദയം ശുദ്ധമാണോ? സുമ്മ സല്ലയാ ഐന അഹ്ബബ്തുമ, നിങ്ങൾക്ക് ഏത് സ്ഥലത്തും, നിങ്ങളെ ഹൃദയ ശുദ്ധിയാവണമെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും നിസ്കരിക്കുക. ആരാ പറയണത്? അങ്ങനെ ചില മനുഷ്യന്മാരുണ്ടാവും അല്ലേ? അവർക്ക് മതം പഠിപ്പിച്ചതോ പറ്റുന്നല്ല, ഒരു മാനുഷികമായിട്ട് തന്നെ
അവരൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ശുദ്ധി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഹൃദയം നന്നായിട്ടുണ്ടെങ്കിൽ എവിടെ നിസ്കരിക്കാൻ നിങ്ങൾക്ക്. ഞാനതാ മനസ്സിലാക്കിയത്. അപ്പോൾ അതിൻ്റെ മറുപടി ഫഖാല ലഹു സൽമാനുൽ ഫാരിസി റഹിമഹുമുല്ലാഹ് റളിയല്ലാഹു അൻഹു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയാം, ഖുദ്ഹാ മിൻ ഗൈരി ഫഖീഹിൻ. സംഗതി ഇവരൊരു പണ്ഡിതനല്ല, പക്ഷെ ഇത് നിങ്ങൾ എടുക്കണം കേട്ടോ. കൂടുള്ള സ്വഹാബിയോട് പറഞ്ഞ ഈ കാര്യം ന്യായമാണ്. ഹൃദയം ശുദ്ധമാണെങ്കിൽ സ്ഥലം ഒരു പക്ഷേ എന്തല്ല പ്രശ്നമാവൂല. അതിൻ്റെ അർത്ഥം ശുദ്ധി ഇല്ലാത്തവർ നിസ്കരിക്കാമെന്നല്ല കേട്ടോ. ഇതിൽ നിന്ന് പണ്ഡിതന്മാരെ ഇസ്തിംബാത്തുകാരുണ്ട്. സാധിക്കുമെങ്കിൽ ശുദ്ധിയുള്ളടത്ത് തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഭൂമി എല്ലായിടത്തും നിങ്ങൾക്ക് എന്താണ് നിസ്കരിക്കാനുള്ള സ്ഥലമാണ് എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന്, ഈ സംഭവത്തിൽ നിന്ന് പണ്ഡിതന്മാർ എടുക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക 2-3 മിനിറ്റും കൂടി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ത്വഹിർനി മിൻ ഖത്തായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ്. ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുവേ, നമ്മളും പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ, എൻ്റെ പാപങ്ങളെ മാ കൊണ്ട്, സൽജ് കൊണ്ട്, ബറദ് കൊണ്ട്, വെള്ളം, ആലിപ്പഴം, മഞ്ഞ്, ഇതുകൊണ്ടൊക്കെ ശുദ്ധിയാക്കണേ. കൈഫ യുതഹിറുൽ ഖതായ ബിദാലിക്. എങ്ങനെയാണ് ഈ തെറ്റിനെ വെള്ളം കൊണ്ടൊക്കെ ശുദ്ധിയാക്കല്? വമാ ഫായിദത്തു തഖ്സീസു ബിദാലിക. അല്ലെങ്കിൽ ഇത് എടുത്തു പറയാനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഞാൻ നിർത്താനായിക്കണോ? ഇതെടുത്തു പറയാൻ, വെള്ളം, ആലിപ്പഴം, ഇതെടുത്തു പറയാൻ ഒരു കാരണം, അതെന്താണ്? അപ്പോൾ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന് മറുപടി കൊടുക്കുകയാണ്, അൽ ഖത്വായ തൂജിബു ലിൽ ഖൽബി ഹറാറത്തുൻ വ നജാസത്തുൻ വ ളഅഫ. തെറ്റിന്റെ പ്രത്യേകത, ഒരാൾ തെറ്റിയത് അയിമ നിൽക്കൂല. ഏത് തെറ്റും, ഒരു തെറ്റിൽ ആ തെറ്റ് നിൽക്കൂല. അതിൻ്റെ കുറേ പാപങ്ങളായിട്ട് അതിങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ തെറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് അവൻ്റെ ഹൃദയത്തിന് അത് ചൂട് കൂട്ടും. ഹൃദയത്തിന് ഇങ്ങനെ തെറ്റിക്കുന്നതോടുകൂടി അവൻ്റെ ഹൃദയത്തിന് ചൂടുണ്ടാവും. വനജാസത്തുൻ വളഅഫൻ, അത് മലിനമാകും, അത് ദുർബലമാകും. എത്ര നല്ല മനുഷ്യനാണെങ്കിൽ അവനോട് തെറ്റ് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. വയത്തഹി അൽ ഖൽബു വതൽതരിമു ഫീഹി നാറുൻ അശ്ശഹവത്ത് വതുനജ്ജസുഹു. എന്താ, തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഷഹ്വത്തിനൊക്കെ ഉണർത്തുന്ന ചൂട് ഇങ്ങനെ പിന്നെയും കൂടാണ്. അവൻ്റെ ദേഹേച്ഛകളെ ഉണർത്തുന്ന ചൂട് അതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കത്തിക്കുകയാണ് അല്ലേ. അതേപോലെ തന്നെ അത് വൃത്തികേടിലേക്ക് പോകും. ഫഇന്നൽ ഖത്തായ ദുനൂബു ലഹു ബിമൻസിലത്തിൽ ഖത്തബി അല്ലദി യമിദ്ദുൻ നാറ വയൂഖിദുഹാ. തെറ്റുകൾ ഒരു മനുഷ്യനെ എങ്ങനെ തീയിലേക്ക് ഇങ്ങനെ വിറകെത്തിക്കുമ്പോൾ കത്തിക്കുന്നത് പോലെ തെറ്റിങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ അതിങ്ങനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ഹൃദയത്തെ. വൽമാഉ യഗ്സിലുൽ ഖബീസ്. അവിടെ എന്താ ചെയ്യേണ്ടത്? വെള്ളം കൊണ്ട് ആ ഹൃദയത്തെ തണുപ്പിക്കണം. വയത്ഫിഉൻ നാർ. വെള്ളം കൊണ്ട് സ്വാഭാവികമായിട്ടും ആ വിറകിലേക്ക്, കത്തുന്ന തീയിലേക്ക് വെള്ളം പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് കെട്ടുപോകും. ഫഇന്ന കാന ബാരിദൻ. അത് കുറച്ച് തണുപ്പുള്ളത് കൂടിയാണെങ്കിലോ ഔറസൽ ജിസ്മ സ്വലാബത്തും വഖുവ. അതൊന്നുകൂടി അവൻ്റെ ശരീരത്തിന് ആ ചൂടിൽ നിന്ന് കുറച്ച് തണുപ്പ് കൂടി കിട്ടിയാൽ അതുകൊണ്ട് കഴുകിയാൽ ഒന്നുകൂടി ഉഷാറാകും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇത് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ അള്ളാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് ശുദ്ധിയാക്കാൻ മനുഷ്യർ ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ അൽ ഖുദ്ദൂസായ അള്ളാഹു അതിനെ സഹായിക്കും. അതുകൊണ്ട് റബ്ബ് ഖുദ്ദൂസാണ്, അവൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ, ഞാൻ ആദ്യം ഇവനോടത് പറയാൻ, എൻ്റെ റബ്ബിനെ വാഴ്ത്താനും അവനെ പുകഴ്ത്താനും അവന് യോഗ്യനാണോ എന്നുകൂടെ പരിശോധിക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഈ വിഷയം തന്നെ കുറച്ചും കൂടി പറയാനുണ്ട്, നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.